ഹലോ, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? കുറച്ച് നേരം വൈകി കാരണം കുട്ടികൾക്ക് നഴ്സറി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ നമ്മൾ ഇന്ത്യയിൽ ആസാമിലത്തൊക്കെ അവസ്ഥ എന്തല്ലേ. കാരണം നമ്മുടെ നാട്ടിൽ 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾക്ക് എന്താ പറയുക, അതൊക്കെ അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് അവസ്ഥയൊക്കെ പൊന്നാര മക്കളെ, ബോഡി കിടന്നിട്ട് എന്താ പറയുക, മരിച്ചിട്ട് ആൾക്കാരെ ശവങ്ങളിങ്ങനെ ഒലിച്ചു പോവുക, വീടൊക്കെ പോണ പോക്ക്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടായിക്കണ്. പക്ഷേ എന്താ ഒരു ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് വീണ് കാണണം. അവിടുത്തെ പണിക്കാരല്ലോ, കാരണം ഇപ്പോൾ BJP ഭരിക്കണം. ഇനി എന്തൊക്കെ അവിടുത്തെ അവസ്ഥ? അവർക്ക് ഇനി വല്ല സഹായം കിട്ടുമോ? ഇനി ഇത് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കിട്ടുമോ? അവർക്ക് ഇനി എന്താ പറയുക, വീട് വെച്ചവർക്കുള്ള പൈസ കിട്ടുമോ? ശരിക്കും അവർക്ക് ഭക്ഷണം തന്നെ എത്തിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് അവിടെയുള്ള കംപ്ലീറ്റ് മുങ്ങിയേക്കണം. അവിടെ ഒരു 70% കംപ്ലീറ്റ് മുങ്ങിയേക്കണം. ഇനി ബാക്കിയുള്ള 30% എന്തായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പം തന്നെ ഏകദേശം ഒരു 60 ആൾക്കാർ മരിച്ചെന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ യൂട്യൂബർ വ്ളോഗർ, കാരണം ഒന്ന് സംഭവിക്കാട്ടിരിക്കട്ടെ, കാരണം അവസാനം ഒരു വോയിസ് ഓനൊരു അവിടുന്ന് വീഡിയോ എടുത്തത് അവിടെ നിന്നാണ്. നമ്മുടെ ദിൽഷാദില്ല യാത്രയുടെ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. അവനെ കുറിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി പല ഭാഷകളിലും ആൾക്കാരെ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. വീഡിയോ കയറ്റി ഇംഗ്ലീഷിലും ഹിന്ദിയിലും. മറ്റുള്ളവർക്ക് എന്താ പറയുക, ഓനെ അറിയാതിരിക്കില്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ആസാമിലത്തെ കാര്യം പറയുമ്പോൾ തന്നെ എന്താ പറയുക, ഓരോ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ പോകണമ്പോൾ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഫുള്ള് വെള്ളമാണ്. അവിടെ ഫുള്ള് ഫ്ലാറ്റ് ആയിക്കണം, വെള്ളം കയറി. കാരണം ഒരാൾ 3 മക്കൾ 4 മക്കളാണ്ട് ഒരു കൊട്ടയിൽ ഇതിലുണ്ട് ഇരുത്തിയിട്ട്, പാത്രത്തിൻ്റെ ഇരുത്തിയിട്ട് അയാൾ അവിടെ വെള്ളത്തിൽ കിടന്നിട്ട് മുങ്ങും. കാരണം മക്കളെ ജീവൻ രക്ഷിക്കാൻ അവിടെ കഷ്ടപ്പെടുന്നു. മക്കളെ ജീവൻ ഓരോ ബോഡികളൊക്കെ കരക്ക് വന്നിട്ട് ഇങ്ങനെ കിടന്നാൽ ആരും തിരിഞ്ഞു നോക്കണില്ലടാ. കാരണം തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ. കാരണം വണ്ടി എത്തുന്നില്ല. കാരണം മറ്റേ ഇന്ത്യൻ്റെ മറ്റേ മിലിറ്ററി ഫോഴ്സൊക്കെ വരുന്ന പറഞ്ഞിട്ട് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഹെലികോപ്റ്റർ നമ്മുടെ കേരളത്തിൽ വന്ന പോലെയൊക്കെ വരുന്നത് ഇതുവരെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി വന്നെന്നറിയില്ല. അപ്പോൾ അവിടെ ആംബുലൻസ്, മരുന്ന്, വണ്ടിയുടെ പാത്തൊക്കെ അടുക്കാനെ പറ്റില്ല. ഫുള്ള് വെള്ളമല്ലേ. കാരണം കടലെങ്ങനെ മറ്റേ സുനാമി കൊണ്ടെങ്ങനെ വന്ന് അതേ അവസ്ഥ. അവിടെ വെള്ളം വരും. എന്താ പറയുക, വെള്ളത്തിൻ്റെ കൂടെ വീട്, കാറ്, മരങ്ങൾ എല്ലായിടത്തും ഉണ്ടായ പോലെ തന്നെയാണ്. എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് വീഡിയോ ഉണ്ട്. ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടാണ്. കാരണം കണ്ടപ്പം തന്നെ എനിക്ക് എന്തോ ഒരു മനസ്സിന്ന് പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ എനിക്കൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെ വിഷകരമായ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചു പൊട്ടും. അപ്പോൾ ഞാൻ ഇട്ടില്ല. അപ്പോൾ എന്തായാലും ആർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. വേറെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ശരി.